നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഓഗസ്റ്റ് മാസം 17 തീയതി മുതൽ പുതിയ ഒരു മലയാള വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് 17 ചിങ്ങ 1. ഓഗസ്റ്റ് 16 തീയതി വൈകുന്നേരമാണ് സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിച്ചതെങ്കിലും തൊട്ടടുത്ത പ്രഭാതം മുതലാണ് നമ്മൾ മലയാള കലണ്ടർ കണക്കാക്കുന്നത് എന്നുള്ളത് കൊണ്ട് 17 തീയതിയായിരുന്നു ചിങ്ങ 1 നമുക്ക് കലണ്ടർ പ്രകാരം ഉള്ളത്. അപ്പം സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയ ഒരു വർഷം, കൊല്ലവർഷം 1200 ആരംഭിച്ചു. അപ്പോൾ ഈ 1200 കൊല്ലവർഷത്തിൽ നമ്മൾ ഓരോ നക്ഷത്രക്കാരുടെയും സാമാന്യ ഫലങ്ങളെയാണ് ഈ ചാനലിലൂടെ വിലയിരുത്തുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് മകയിരം നക്ഷത്രക്കാരുടെ സാമാന്യ ഫലങ്ങളാണ് നോക്കാനുള്ളത്. മകയിര നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ പകുതി ഭാഗം അല്ലെങ്കിൽ ആദ്യത്തെ 30 നാഴികക്കകത്ത് ജനിച്ചവർ ഇടവക്കൂറിലും രണ്ടാമത്തെ പകുതി ഭാഗത്തിൽ ജനിച്ചവർ മിഥുനക്കൂറിലുമാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ മകയിര നക്ഷത്രക്കാരിൽ ആദ്യത്തെ പകുതി ഭാഗത്തുള്ളവർ ഇടവക്കൂറിലും രണ്ടാമത്തെ പകുതി ഭാഗത്തുള്ളവർ മിഥുനക്കൂറിലുമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫലങ്ങളിൽ അല്പം വ്യത്യാസങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ജന്മവ്യാഴമാണ്, മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 12 വ്യാഴമാണ്. ഇടവക്കൂറുകാരായ മകയിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനി കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്നു. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യഭാവമായ 9 ശനി വക്രത്തിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ രാഹു കേതുക്കളുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ രാഹു മീനത്തിൽ കൂടെ സഞ്ചരിക്കുന്നു, പുറകോട്ടാണ് സഞ്ചാരം. കേതു കന്നി രാശിയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. പുറകോട്ട് സഞ്ചരിച്ച് അടുത്ത 2025 ആകുമ്പോഴത്തേക്കും ചിങ്ങത്തിലേക്ക് എത്തിച്ചേരും. രാഹു മീനത്തിൽ നിന്ന് കുംഭത്തിലേക്ക് മാറും, കേതു കന്നിയിൽ നിന്ന് ചിങ്ങത്തിലേക്ക് മാറും. അപ്പോൾ ഈ മലയാള വർഷം തീരുന്നതിന് മുമ്പായിട്ട് പ്രധാനപ്പെട്ട കുറച്ച് ഗ്രഹമാറ്റങ്ങൾ ഉണ്ടാകും. വ്യാഴം മിഥുനത്തിലേക്ക് മാറും. അപ്പം മിഥുനക്കൂറിൽപ്പെട്ടവർക്ക് ജന്മവ്യാഴമാകും. ആ സമയത്ത് ഇടവക്കൂറിൽപ്പെട്ടവർക്ക് ഗുണകരമായ കാലമാണ്, അവർക്ക് 2ലേക്ക് വ്യാഴം എത്തിച്ചേരും. അതുപോലെ തന്നെ ശനി 2025 ആകുമ്പോഴത്തേക്കും, മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് മാറുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയും രണ്ടാം പകുതിയും തമ്മിൽ നല്ല വ്യത്യാസങ്ങൾ അനുഭവങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഒന്ന് നോക്കാം. മകയിര ഇടവക്കൂറുകാർക്ക് ജന്മവ്യാഴമാണ്. കർമ്മഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കണ്ടകശനിക്കാലവുമാണ്. മകയിരം മിഥുനക്കൂറുകാർക്ക് 12 വ്യാഴവും 9 ശനിയും സഞ്ചരിക്കുന്നു. അതിനാൽ അത്ര തന്നെ അനുകൂലമല്ലാത്തൊരു വർഷമാണ് വരുന്നത്. മകയിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൂർണ്ണമായും അനുകൂലമല്ല, ഒരു സമ്മിശ്ര ഫലമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഈ വർഷം ഈശ്വരവിശ്വാസം കൂടാൻ ഉതകുന്ന അനുഭവങ്ങൾ പലതും ഉണ്ടാകും. ദൈവിക കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. തീർത്ഥാടന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിലും ഈ സുഖവും ദുഃഖവും മാറി മാറി വന്നുകൊണ്ടിരിക്കും. നമ്മൾ നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ വലിയ വിഷമതകളില്ലാതെ ഈ കാലം കടന്നു പോകും. അപ്പോൾ ഈ ജന്മവ്യാഴവും ഒരു തരത്തിൽ ദുഃഖകരമാണ്. 12 വ്യാഴം എന്ന് പറയുന്നത് ഒരുപാട് വിഷമങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കുന്ന ഗ്രഹാവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഈ സൗഹൃദം സ്ഥാപിച്ചവരിൽ നിന്ന് പോലും ശത്രുത നേരിടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകും. നമ്മുടെ വളരെ അടുപ്പമുള്ള ആൾക്കാരിൽ നിന്ന് പോലും പലപ്പോഴും ശത്രുതാപരമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അതൊക്കെ വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. എല്ലാ കാര്യങ്ങളിലും ജാഗ്രതയും അച്ചടക്കവും പാലിക്കേണ്ടതാണ്. നമുക്കൊരു ശ്രദ്ധ വേണം ജീവിതത്തിൽ. നമ്മൾ തീരെ അങ്ങോട്ട് മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വഴങ്ങിക്കൊടുക്കേണ്ട ഒരു കാലമല്ലിത്. നമ്മൾ തന്നെ ആലോചിച്ച് പല കാര്യങ്ങളിലും തീരുമാനം എടുക്കേണ്ട സമയമാണ്. മിഥുനക്കൂറുകാർക്ക് നഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം ദൈവാധീനം കുറയ്ക്കും. നഷ്ടസ്ഥാനം എന്ന് പറഞ്ഞാൽ 12 വ്യാഴം, 12 വ്യാഴക്കാരൻ എന്നൊക്കെ പറഞ്ഞാൽ ഭാഗ്യഹീനൻ എന്നാണ് പറയാറുള്ളത്. ഈ 6, 8, 12 വ്യാഴത്തിന് വളരെ ദുരിതം പിടിച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 12 വ്യാഴം നിൽക്കുന്ന സമയത്ത് പല വിധത്തിലുള്ള ധനച്ചോർച്ച ഉണ്ടാകും. പണം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ വെറുതെ ചെലവഴിക്കപ്പെട്ടു പോകുന്ന അവസ്ഥ. നമുക്ക് പ്രയോജനമില്ലാതെ പൈസ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ചിലർക്ക് കേസും വഴക്കൊക്കെ ആയിട്ട് പൈസ പോകും. അപ്പം എന്താണെങ്കിലും പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നൊരു സമയമാണ് ഈ 12 വ്യാഴം എന്ന് പറയുന്ന അവസ്ഥ. ചിലർക്ക് ബന്ധനം പോലും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കേതുവും മോശമാണ് ജാതകത്തിൽ, വ്യാഴവും മോശമാണെങ്കിൽ ഈ ഒരു സമയത്ത് 12 വ്യാഴം വരുന്ന സമയത്ത് ബന്ധനം പോലും ഉണ്ടാകാം. ബന്ധനം എന്ന് പറഞ്ഞാൽ ജയിൽവാസം തന്നെയാണോന്നില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ,
നമ്മൾ കെട്ടിയിടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. അതാണ് ബന്ധനമെന്ന് ഉദ്ദേശിക്കുന്നത്. തൊഴിൽ ഇല്ലാത്തവർക്ക് താൽക്കാലികമായ ജോലികൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കരാർ ജോലികളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കരാർ ജോലികൾ എക്സ്റ്റൻഷൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നീട്ടിക്കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസത്തിനോ തൊഴിലിനോ വേണ്ടിയിട്ട് അന്യനാട്ടിൽ പോകേണ്ടി വരാനുള്ള യോഗമുണ്ട്. അപ്പം നമുക്ക് നാട് വിട്ടു പോകാനാണ് യോഗം. പക്ഷേ ഈ ഒരു സമയത്ത് നാട് വിട്ടു പോകുന്നത് നമുക്ക് പ്രയോജനപ്രദമാക്കി മാറ്റാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിനുള്ള ചുറ്റുപാടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വിദേശത്ത് പഠനത്തിനോ വിദേശത്ത് ജോലിക്കോ പോകാൻ സാധിക്കുന്നതാണ്. നാട്ടിലേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് അത്ര എളുപ്പത്തിൽ സാധിക്കുകയില്ല. പല പല കടമ്പകൾ കടക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വർഷത്തിൻ്റെ പകുതിയൊക്കെ കഴിയുമ്പോഴാണ് മാറ്റത്തിനുള്ള സാധ്യതയുള്ളത്. സ്വന്തം ബിസിനസ്സുകളൊക്കെ നോക്കി നടത്തുന്നത് മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെയും ഒരു സൂക്ഷ്മത വേണം. അതായത് കണക്കുകളും ബിസിനസ്സിൻ്റെ പോക്കൊക്കെ എങ്ങനെയാണെന്ന്, പ്രോഗ്രസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ തന്നെ വിലയിരുത്തിയില്ലെങ്കിൽ നമ്മൾ ആരെയാണോ ഏൽപ്പിക്കുന്നത്, അത് ചിലപ്പോൾ സുഹൃത്തായിരിക്കും, ബന്ധുവായിരിക്കും, അവർ ചിലപ്പം നമ്മളെ നിപ്പി വലിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ ഈ 12-ൽ വ്യാഴം അല്ലെങ്കിൽ ജന്മവ്യാഴമൊക്കെ ഉള്ള അവസ്ഥയായതുകൊണ്ട് മകയിര നക്ഷത്രക്കാർ കഴിയുന്നതും നമ്മുടെ ഒരു മേൽനോട്ടത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ വ്യാപാരത്തിലൊക്കെ മറ്റുള്ളവരുടെ ഇടപെടലോ അല്ലെങ്കിൽ സൂപ്പർവിഷനോ ഒക്കെ അനുവദിക്കേണ്ടി വരും. എങ്കിൽ പോലും നമ്മുടെ ഒരു ശ്രദ്ധ, നമ്മുടെ ഒരു കണക്കുകൂട്ടൽ അതിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അബദ്ധം സംഭവിക്കാം. മറ്റൊന്ന്, സേവന വേതന വ്യവസ്ഥകളൊക്കെ മനസ്സിലാക്കി മാത്രം ജോലിയിൽ പ്രവേശിക്കണം. ജോലി അത്ര സുഖകരമാകണമെന്നില്ല. ജോലിയിലെ അന്തരീക്ഷം നമുക്കത്ര അനുകൂലമാകണം എന്നില്ല ഈ ഒരു സമയത്ത്. അതുപോലെ വീട് നിർമ്മിക്കുന്നവർക്ക് പലവിധ തടസ്സങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതയുണ്ട്. വീട് പൂർത്തിയാക്കാൻ സാധിക്കും. വർഷത്തിൻ്റെ പകുതി കഴിയുമ്പോഴത്തേക്കും വീട് പണിയൊക്കെ പൂർത്തിയാക്കാനും പാലുകാഴ്ച നടത്താനൊക്കെ സാധിക്കും. പക്ഷേ വേഗത കുറഞ്ഞ രീതിയിലായിരിക്കും ഈ നിർമ്മാണം മുന്നോട്ട് പോകുന്നത്. അത് നമുക്ക് വലിയ അസ്വസ്ഥതയുണ്ടാക്കും. പിന്നെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള പല അവസരങ്ങളും വരും. അപ്പോൾ അതൊക്കെ നമ്മുടെ പുണ്യം വർദ്ധിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ദാനധർമാദികൾ, പഠനത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് സഹായം ചെയ്തു കൊടുക്കുക, ദുരിതങ്ങളിൽ അലയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണമോ മരുന്നോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ജാതകത്തിലെ ചന്ദ്രൻ അനുകൂലമാണെങ്കിൽ ഈ സമയത്ത് വിദേശത്ത് പോയിട്ട് നല്ലൊരു തൊഴിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ജന്മത്തിലെ വ്യാഴം ധനം, തൊഴിൽ, കുടുംബം എന്നിവയിൽ മാറ്റമുണ്ടാക്കുന്ന ഒരു ഗ്രഹാവസ്ഥയാണ്. മിഥുനക്കൂറുകാർക്ക് വർഷത്തിൻ്റെ 3/4 ഭാഗത്തോളം കുടുംബസ്ഥാനത്താണ് കേതു നിൽക്കുന്നത്. അതായത് മിഥുനക്കാരുടെ 4-ലാണ് കേതു നിൽക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ വീട്ടിൽ ചില ബുദ്ധിമുട്ടുകൾ, മാതാവിൻ്റെ ശാരീരിക ക്ലേശം ഉണ്ടാകുക, മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടാകുക, ഇതൊക്കെ മിഥുനക്കൂറിൽപ്പെട്ട മകയിര നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ളവർ അംഗീകരിക്കാതിരിക്കുക, അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നല്ല സ്ഥാനം വഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെ നമ്മുടെക്ക് നിരന്തര എതിർപ്പുകൾ വരുന്നത് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതേസമയത്ത് മിഥുന കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അപ്പം ശനി 9-ൽ നിൽക്കുന്ന സമയത്ത് ചില ഗുണങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. തീരെ മോശമല്ല. ധന കാര്യങ്ങളിലൊക്കെ ഒരല്പം ആശ്വാസം കൊടുക്കും. തീരെ പൈസ ഇല്ല എന്ന് തോന്നുന്ന ഘട്ടത്തിൽ എവിടുന്നെങ്കിലുമൊക്കെ ആ ധനം സംഘടിപ്പിക്കാനായിട്ട് സാധിക്കും. എന്നാൽ അതേസമയത്ത് പിതാവിന് അല്പം ശാരീരിക ക്ലേശവും ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അലസത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിനോടും ഒരു നിസ്സംഗ മനോഭാവം, അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊന്നും പോകണ്ട, അല്ലെങ്കിൽ പള്ളിയിലൊന്നും പോകണ്ട, അങ്ങനെ തോന്നുന്ന ഒരു മനോഭാവം അവർക്ക് ഉണ്ടായേക്കാം. എങ്കിൽ പോലും ധനപരമായിട്ട് നോക്കുമ്പോൾ 9-ൽ നിൽക്കുന്ന ശനി കുറച്ച് ഗുണങ്ങളൊക്കെ ചെയ്യും. ഇടവക്കൂറിൽപ്പെട്ട മകയിര നക്ഷത്രക്കാർക്ക് 2025 മെയ് മാസത്തിൽ കേതു 4-ാം ഭാവത്തിലേക്ക് വരും. അപ്പം 4-ാം ഭാവത്തിലേക്ക് വരുമ്പം ഇടവക്കൂറിൽപ്പെട്ട മകയിരക്കാർക്കും മാതാവിന് ബുദ്ധിമുട്ട്, കുടുംബത്തിൽ വിഷമതകൾ ഒക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ മിഥുനക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് അതേ സമയത്ത് കേതു ചിങ്ങത്തിലേക്ക് വരുമ്പം 3-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. ആ സമയത്ത് കുറച്ച് ഗുണഫലങ്ങൾ അവർക്ക് കിട്ടുന്നതാണ്. പക്ഷേ സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ കുടുംബ സ്വത്ത് സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ മകയിര നക്ഷത്രക്കാർക്ക് പൂർണ്ണമായിട്ടും ഗുണഫലമല്ല. അപ്പോൾ ജോലി ലഭിക്കുകയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അല്പം കൂടുതൽ പരിശ്രമിച്ചാൽ മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂ. ഏതൊരു കാര്യത്തിനും തടസ്സങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് ഈ ഒരു സമയത്ത്. തടസ്സങ്ങൾ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം കുറയുന്നത്,
നമ്മളോട് വിശ്വസ്തത പുലർത്തുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരിൽ നിന്ന് ആ വിശ്വസ്തത കിട്ടാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരിൽ നിന്ന് പ്രതികൂലമായ പെരുമാറ്റം ഉണ്ടാകുക. ഇതൊക്കെയാണ് ഈ ഒരു സമയത്ത്, ഈ ഒരു വർഷം പകുതിയോളം നേരിടാൻ ഇടയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പകുതി കഴിയുമ്പോഴത്തേക്കും, വർഷത്തിൻ്റെ പകുതി കഴിയുമ്പോഴത്തേക്കും, അതായത് അടുത്ത ഒരു മാർച്ച്, ഏപ്രിൽ, മെയ്, വിഷു ഒക്കെ കഴിയുന്നതോടുകൂടി ഇടവത്തിൽപ്പെടുന്ന മകയിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം 2ലേക്ക് വരും. അപ്പോൾ ഈ ജന്മവ്യാഴത്തിൻ്റെ ദോഷം മാറുകയും ധനപരമായിട്ട് ഗുണം വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ തീരെ ഒരു വർഷം മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിനിടയ്ക്ക് ബുധശുക്ര യോഗം ഉണ്ടാകുന്നുണ്ട്, ബുധാദിത്യ യോഗം, ശുക്രാദിത്യ യോഗം ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി നാരായണ യോഗമാണ് ഈ ബുധശുക്ര യോഗം എന്ന് പറയുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. ആ സമയത്ത് നമുക്ക് ധനപരമായ ബുദ്ധിമുട്ടുകൾ കുറച്ച് നാളത്തേക്ക് മാറിക്കിട്ടും. അതുപോലെ സൂര്യൻ ഓരോ രാശികളിൽ സഞ്ചരിക്കുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുകൾ കുറയുകയും കൂടുകയും ചെയ്യും. ചില കൂറുകളിൽ നിന്നാൽ ഈ ഓരോ കൂറുകളുടെയും ചില ഭാവങ്ങളിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം മോശവും ചില സമയത്ത് ഗുണമുള്ള അനുഭവങ്ങളും ഉണ്ടാകും. ചൊവ്വയും അതുപോലെ തന്നെ. ചൊവ്വ 3, 6, 11 സഞ്ചരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഗുണകരമായ കാലമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ശത്രുക്കളൊക്കെ പരാജയപ്പെടുകയും നമുക്ക് ആധിപത്യം കൂടുകയും ചെയ്യും. അപ്പോൾ ഒരു വർഷം മുഴുവൻ ആർക്കും മോശം നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും മകയിര നക്ഷത്രക്കാരുടെ പൊതുഫലം നോക്കുമ്പോൾ സമ്മിശ്ര ഫലമെന്ന് പറയാമെങ്കിലും ദോഷഫലങ്ങൾക്കാണ് മുൻതൂക്കം. അതിനൊരു പ്രധാന കാരണം ഈ കണ്ടകശനിയും ജന്മവ്യാഴവും ഒക്കെ ഒന്നിച്ചു വരുന്നു എന്നുള്ളതാണ്. ജന്മവ്യാഴം ഇടവക്കൂറിന് മാറുമ്പോഴത്തേക്ക് അത് മിഥുനക്കൂറിൽപ്പെട്ട മകയിര നക്ഷത്രക്കാർക്ക് ജന്മവ്യാഴം ആരംഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മകയിരം പൊതുവായിട്ട് നമ്മൾ പറയുമ്പോൾ ഈ വർഷം അത്ര ഗുണകരമാണ് എന്ന് പറഞ്ഞുകൂടാ. എങ്കിലും ഇതിനിടയ്ക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ, ചില പുതിയ സ്നേഹബന്ധങ്ങൾ, സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാകാം. പ്രണയിക്കുന്നവരെ സംബന്ധിച്ചും പല എതിർപ്പുകളും നേരിടേണ്ടി വരുന്ന ഒരു വർഷമാണ് ഈ 1200 എന്ന് പറയുന്നത്. അപ്പോൾ അല്പമൊക്കെ തടസ്സങ്ങൾ ജീവിതത്തിൽ എല്ലാവർക്കും നേരിടേണ്ടി വരും. ജാതകപരമായിട്ട് വളരെ ഗുണകരമായിട്ടാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നതെങ്കിൽ അതനുസരിച്ചുള്ള അല്പം കുറവുണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് മകയിര നക്ഷത്രക്കാരുടെ പൊതുഫലമായിട്ട് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ചാനൽ പറയുന്ന കാര്യങ്ങൾ പ്രയോജനപ്രദമാകുന്നു എങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനത്തിന് വളരെയേറെ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സന്തതി പരമ്പരകൾക്കും ശ്രേയസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.